ഈ 90-ാം പിറന്നാളിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ദലൈലാമ ഒരു പ്രഖ്യാപനം നടത്തിയത്. തൻ്റെ മരണശേഷം തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്നും ആ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നത് താൻ സ്ഥാപിച്ച പ്രവാസി സർക്കാരായിരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇനി രണ്ട് ദലൈലാമമാരുണ്ടാകുമ്പോൾ പിൻഗാമിയെ ചൈന ഭയക്കുന്നത് എന്തിനാണ്? ഇന്ത്യ എന്തായിരിക്കും ഇതിൻ്റെ നിലപാട്? ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? ഇന്ത്യയുടെ നിലപാട് നേരത്തെ തന്നെ സുവ്യക്തമാക്കിയിട്ടുണ്ട്. ദലൈലാമ എന്ത് നിലപാടെടുക്കുന്നു അത് തന്നെയായിരിക്കും ഇന്ത്യയുടെയും നിലപാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മതകാര്യങ്ങളിൽ, ആ കാര്യങ്ങൾ ചൈനയുടെ കാര്യങ്ങളിലോ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലോ അല്ല, മതപരമായിട്ട്, ആത്മീയമായിട്ട്, ആധ്യാത്മികമായിട്ട് എന്തു നിലപാട് ദലൈലാമ എടുക്കുന്നു ഇന്ത്യ അത് സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ അവിടെ നടന്ന ചടങ്ങിൽ, ധർമ്മശാലയിൽ അവിടെ നടന്ന ഗവൺമെൻറ് ഇൻ എക്സൈലാണ്, ഒരു ഗവൺമെൻറ്റാണ്, ടിബറ്റിൻ്റെ ഗവൺമെൻറ് ഇൻ എക്സൈലാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ചടങ്ങിൽ ധൈര്യമായിട്ട് കിരൺ റിജിജുവിനെ പോലുള്ള മന്ത്രിമാർ പോവുകയും ഇദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ചെയ്തത്. ശക്തമായിട്ട് ചൈനയെ ഞങ്ങൾ പേടിച്ചിട്ട് ദലൈലാമയെ തള്ളുകയില്ല എന്നുള്ള ശക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ നോക്കൂ, ഇപ്പം രഞ്ജിനി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ദലൈലാമ വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ രണ്ട് രജിസ്ട്രാർമാർ എന്ന് പറയുന്ന വിചിത്ര പ്രതിഭാസം പോലെ രണ്ട് ദലൈലാമ ആ വാക്ക് പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അത് മംഗോളിയൻ ഭാഷയിലുള്ളൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം കൂടെ വിശദീകരിക്കാം. ദലൈ എന്ന് പറഞ്ഞാൽ മംഗോളിയൻ ഭാഷയിലെ സമുദ്രം എന്നാണ് അർത്ഥം. ദലൈ സമുദ്രം. ലാമ എന്ന് പറഞ്ഞാൽ അറിവ്. സമുദ്രം, അറിവ്, ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങനെ പറയും. എക്സാക്ട്ലി കറക്റ്റ്. അറിവ്, സമുദ്രത്തോളം അറിവുള്ളവൻ, അതായത് എല്ലാ അറിവിൻ്റെയും സമുദ്രമായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം. ശരിയാണ്. ഈ ലാമമാരുടെ കീഴിലുള്ള ചില ലാമമാരുമായിട്ട് ഞാൻ ഈ അഭിമുഖം നടത്തിയിട്ടുണ്ട്. എന്തൊരു അപാരമായിട്ടുള്ള അറിവാണെന്നറിയാം ലോകകാര്യങ്ങളെക്കുറിച്ചെല്ലാം. വ്യക്തമായിട്ടുള്ള ചൈനയെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടിയ മറുപടികളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ വലിയ അറിവുള്ളവർ തന്നെയാണ്. പക്ഷേ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ചൈനയുമായിട്ട് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു സ്പർദ്ധയ്ക്കോ വഴക്കിനോ പോകാതെ ഇരുന്ന ഈ ദലൈലാമ, അച്ചടക്കത്തോടെ ഇരുന്ന് നൊബേൽ സമ്മാനവും നേടിയ ഈ ദലൈലാമ 90-ാം വയസ്സിൻ്റെ പടിക്കലെത്തിയപ്പോൾ ഒറ്റയ്ക്ക് നിരായുധനായി ഒരൊറ്റയാൾ പട്ടാളം പോലെ ചൈനയ്ക്കിട്ടൊരു പ്രഹരമേൽപ്പിച്ചു. അടുത്ത ദലൈലാമ ആരെന്ന് തീരുമാനിക്കുന്നത് ചൈനയായിരിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ഒരു ഇൻഡ്യൂഷൻ എന്ന് നമ്മൾ പറയുമല്ലോ, അതായത് ഒരു 6ാം ഇന്ദ്രിയത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മരണം വരുന്നത് നേരത്തെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ആർജിച്ചിട്ടുണ്ട്. അതായത് അഭൗമമായിട്ടുള്ള അതിലൗകികമായിട്ടുള്ള കഴിവുകൾ, ലൗകികാതീതമായിട്ടുള്ള കഴിവുകൾ ആർജിച്ചിട്ടുള്ളവരാണ്. ചുറ്റുപാട് കൊണ്ടും അവരുടെ തപസ്യവും. പക്ഷെ അതൊക്കെ അത് മാത്രം അവരുടെ ജീവിതചര്യകൾ, അവരുടെ ആ ഭക്ഷണ രീതി എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് പറ്റില്ല. അസാധാരണമായിട്ടുള്ള സന്യാസിമാർക്ക് പറ്റില്ല. ആ സന്യാസിമാരിൽ പെട്ടവരാണ് ഇവരും. യമ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള യോഗ ജീവിതമാണ് അവർ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ളതിനേക്കാളൊക്കെ വളരെ കൂടുതൽ കഴിവുകളും അതുപോലെ തന്നെ പ്രജ്ഞയും അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം മനസ്സിലാക്കിയത് ഏതാനും ദിവസങ്ങൾക്കകം താൻ മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ പുതിയൊരു ലാമ വേണ്ടിവരും, ദലൈലാമ വേണ്ടിവരും. ഇനി ദലൈലാമയുടെ സെലക്ഷൻ എങ്ങനെയാണെന്നറിയാം. അത് എന്ന് പറഞ്ഞ വലിയ ദേശാടനം സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ആ ദേശാടനത്തിലെ പോലെ അവിടെ മഠത്തിലെ വലിയ സ്വാമിയാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്ന കുട്ടിയുണ്ട്, അവനാണ് എനിക്ക് പിൻഗാമിയായിട്ട് വരാൻ യോഗ്യനെന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെയാണ് പരമ്പരയിലുള്ളവർ. പക്ഷേ ഇന്ന ആളാണെന്നൊരു ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡ്യൂഷൻ വീണ്ടും വർക്ക് ചെയ്തിട്ട് അവർ കണ്ടെത്തുകയാണ്. ഇവിടെ വേറെ ഒരു കുറച്ച് വ്യത്യാസം കൂടെ ഉണ്ട്. അതായത് തൻ്റെ പുനർജന്മമായിട്ടുള്ള ആളാണ്, ആ ആൾ ജനിച്ചിട്ടുണ്ട്, ആ ആളിനെയാണ് സെലക്ട് ചെയ്യുന്നത് ദലൈലാമ തൻ്റെ പിൻഗാമിയായിട്ട്. അങ്ങനെ വന്നതാണ് ഈ 14ാമത്തെ ലാമയായിട്ടുള്ള ഈ ദലൈലാമ. അങ്ങനെയായിരുന്നു പരമ്പര. ഏതാണ്ട് 6 നൂറ്റാണ്ടോളം ഇതായിരുന്നു രീതി. ഇതെപ്പോഴാണ് മാറുകയെന്നറിയാമോ? 1959
ചൈനയിൽ ഈ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ബുദ്ധ വിഹാരങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന സമയത്ത് ടിബറ്റിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് ലാസയാണ്. ലാസയിലെ നോർബുങ്ക എന്ന് പറയുന്ന കൊട്ടാരത്തിലാണ് ഇദ്ദേഹം രാജാവായിട്ട് വാണിരുന്നത്, ദലൈലാമയായിട്ട് വാണിരുന്നത്. 30-ാം വയസ്സിൽ അതിന് എന്തോ ഭീഷണി ഉണ്ടായി എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അനുചരന്മാരോടൊപ്പം കുതിരപ്പുറത്ത് ഹിമാലയൻ ടെറൈൻസിലൂടെ എന്ന് പറഞ്ഞാൽ മാനസ സരസിലേക്കൊക്കെ നമ്മൾ പോകുന്ന വഴികളുണ്ടല്ലോ, അതുപോലെ എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന പാതകളാണ്, ചെങ്കുത്തായ വഴികളാണ്, മഞ്ഞ് എല്ലാം മൂടിക്കിടക്കുന്ന വഴികളിലൂടെ ഒരു ഹിമാലയ പർവ്വത ആരോഹണം പോലെ അദ്ദേഹം കുതിരപ്പുറത്ത് സഹായികളുമായി ഇന്ത്യയിലേക്ക് വന്നു. നെഹ്റുവാണെന്ന് പ്രധാനമന്ത്രി. നെഹ്റു അദ്ദേഹത്തിന് അഭയം കൊടുത്തു. ആ സ്ഥലം അരുണാചൽ പ്രദേശിലൊരു സ്ഥലവും നോക്കി, പിന്നെ ധർമ്മശാലയിൽ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ അന്നു മുതൽ സന്യസിച്ചു വരികയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയെല്ലാം ചൈന പുറത്താക്കി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അഭയാർത്ഥികളായിട്ട് കഴിയുകയാണ്. പക്ഷേ അവരെല്ലാം ഇന്ന് അവരുടെ ഈശ്വരനായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ സങ്കല്പപ്രകാരം അവലോകിതേശ്വരൻ്റെ, അത് ഇന്ത്യൻ വാക്കാണ്, നമുക്ക് തെറ്റാൻ പാടില്ല. അവലോകിതേശ്വരൻ എന്ന് പറയുന്ന ബുദ്ധൻ്റെ തഥാഗതൻ്റെ പിൻഗാമിയാണ് ഈ ദലൈലാമ എന്നാണ് പറയുന്നത്. ബുദ്ധമത വിശ്വാസികൾ ലോകമെമ്പാടും ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ് ഈ ദലൈലാമ എന്ന് പറയുന്നത്. അപ്പം തനിക്ക് പിന്നാലെയുള്ള ദലൈലാമയെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള, ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത, ബുദ്ധമതത്തിൽ വിശ്വാസമില്ലാത്ത ചൈനീസ് ഗവൺമെൻറ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിനൊരു വിശ്വാസം കൽപ്പിക്കുക, അതിനെന്തെങ്കിലും ഒരു വിശ്വാസ്യതയുണ്ടോ? അല്ലേ? അതിപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയൻ പോയി ശബരിമലയിൽ തന്ത്രിയായിട്ട് പൂജ നടത്തിയ, അല്ലെങ്കിൽ മേൽശാന്തിയായിട്ട് പൂജ നടത്തിയാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുമോ? എന്ത് പറഞ്ഞവരൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കയറി അടുത്ത ദലൈലാമയെ തീരുമാനിക്കുക. അവരെങ്ങനെ തീരുമാനിക്കും? അവർ കമ്പ്യൂട്ടർ വെച്ച് തീരുമാനിക്കുക? അതിനൊരു വിശ്വാസ്യത ഉണ്ടാവുമോ? ഇത് അതിഭൗതികമായ, അതിമാനുഷികമായ, അമാനുഷികമായിട്ടുള്ള പവർ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കേണ്ടതെന്നാണ്. അത് അങ്ങനെ തന്നെ തുടരും എന്നാണ്. ഇവര് എന്തിനാണ് ചൈന ഇത്രത്തോളം ഭയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസത്തെ അവർക്ക് വളർത്താൻ കഴിഞ്ഞു, പക്ഷേ ബുദ്ധിസത്തെയോ ആ ബുദ്ധമത വിശ്വാസത്തെയോ അവർക്ക് താർക്കാൻ കഴിഞ്ഞിട്ടില്ല. രഞ്ജനി, ചൈനയിൽ ഏറ്റവും കൂടുതലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകളല്ല, ഇന്നും ക്ഷേത്രങ്ങളാണ്. ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ളത് ഇന്ത്യൻ ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ ക്ഷേത്രം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. മലേഷ്യയിൽ പോയി നോക്കൂ, സിംഗപ്പൂരിൽ നോക്കൂ, ഇനി വിദേശ രാജ്യങ്ങളിൽ പോയി നോക്കൂ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ചൈനീസ് ക്ഷേത്രങ്ങൾ, അതിമനോഹരമായ നിറങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ചൈനീസ് ക്ഷേത്രങ്ങൾ. അവിടെ പോയിട്ട് ആൾക്കാർ തിരി കത്തിക്കുന്നുണ്ട്, പൂജ നടത്തുന്നുണ്ട്. ചൈനയിലെ മനുഷ്യൻ്റെ, ഇന്ത്യയോളം ജനസംഖ്യയുള്ള ആ രാജ്യത്തിലെ മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ ഇതുവരെ മാറ്റാൻ ഒരു സാംസ്കാരിക വിപ്ലവത്തിനും ഒരു ലോങ് മാർച്ചിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദലൈലാമയായിട്ട് ഒരാളിനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തങ്ങളുടെ ഷീ ജിൻപിങ്ങിനെ വിശ്വസിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലായി ചെയ്തത്. പക്ഷേ ഒരു കാര്യം, ഇവിടെ ഒരു കുഴപ്പം സംഭവിച്ചു, അറിയാമോ? ഷീ ജിൻപിങ്ങിനെ കാണാനില്ല. അത് രഞ്ജനി മനസ്സിലാക്കിയോ? ഈ പ്രഖ്യാപനത്തിന് പോവല്ലത്, കാണാതായി. ഒരാൾ അപ്രത്യക്ഷമായി ചൈനയിലെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഉസർപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാര കൈമാറ്റം നടന്നിരിക്കുന്നു, ആരോ പിടിച്ചടക്കിയിരിക്കുന്നു എന്നർത്ഥം. ചൈനയിലെ എപ്പോഴും എല്ലാ വേദികളിലും തിളങ്ങി നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ചെയർമാനായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് മിലിറ്ററി ഓർഗനൈസേഷൻ്റെ ഹെഡായിട്ടുള്ള, അതുപോലെ തന്നെ ചൈനയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള ഷീ ജിൻപിങ്ങിനെയാണ് കാണാതായത്. നിസ്സാര കാര്യമല്ല. ഇതുപോലെയായിരുന്നു മാവോസത്തും. കുറച്ചു നാൾ കാണാനില്ല പുള്ളിയെ. പിന്നെയാണ് 3 മാസം കഴിഞ്ഞാൽ മറ്റോ അറിയുന്നത് അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ഭരണ അപഹരണം, അതെന്തോ നടന്നിരിക്കുന്നു. എന്തായാലും ശരി, ഇപ്പോൾ ഷീ ജിൻപിങ്ങിന് നല്ല കാലമല്ല. ചൈനയുടെ വിശ്വാസ്യത പോയിരിക്കുന്നു. ദലൈലാമയുടെ ഇപ്പോൾ ഒരു പഞ്ചൻ ലാമയുണ്ട് അവിടെ, ആരും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൽ, ആരും തൊഴുന്നുമില്ല. അവരുടെ ഒരു പാവയായിട്ട് അവിടെ ഇരിക്കുക. പഞ്ചൻ ലാമ ഒരു ദലൈലാമയെ തിരഞ്ഞെടുക്കും. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ടിബറ്റൻ മതവിശ്വാസികളുടെ മുഴുവൻ മതവിശ്വാസവും തകർക്കാം എന്ന് പറഞ്ഞതുപോലെ, അത് പണ്ട് ശബരിമലയിൽ ഹിന്ദുക്കളുടെ മുഴുവൻ വിശ്വാസവും തകർക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തുകൊണ്ട് പോലീസിൻ്റെ സംരക്ഷണം കൊടുത്ത പോലെ ഒരു നടപടി, അതിനേക്കാൾ വലിയ ഭീകരമായ നടപടിയാണ് ചൈന കൈക്കൊള്ളാൻ നോക്കിയത്. അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഈ സന്യാസിയായിട്ടുള്ള ദലൈലാമ. ശക്തമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ലോകം എമ്പാടുമുള്ള, ചൈനയിൽ പോലുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഇനി വിശ്വസിക്കുക, ഈ ദലൈലാമ, നമ്മുടെ ധർമ്മശാലയിലിരിക്കുന്ന ദലൈലാമ
ആരെ ദലൈലാമയായിട്ട് തിരഞ്ഞെടുക്കുന്നോ അതായിരിക്കും. ചൈനയ്ക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല. ശരിക്കും ഇന്ത്യയുടെ ഒരു ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴത്തെ ദലൈലാമ ഉള്ളത്. കാരണം ഇന്ത്യ വേണ്ടുന്ന സഹകരണം കൊടുക്കുന്നുണ്ട്. കാരണം എപ്പോഴും ചരിത്രത്തോടും പാരമ്പര്യത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന, നമ്മളെപ്പോഴും നമ്മുടെ സംസ്കാരവും ചരിത്രവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഒരു പക്ഷേ ഒരു സമാധാനപരമായിട്ടുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയെന്ന് ചൂണ്ടിക്കാണിക്കാം, നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാം. ഒരു പക്ഷേ ഈ സംസ്കാരങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? നിലപാട് നേരത്തെ എടുത്തു. ദലൈലാമ പറയുന്നത് തന്നെ അംഗീകരിക്കും, ഒരു സംശയമില്ല, ആരെയും ഭയക്കില്ല. നമുക്കറിയാം ചൈനയെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. നേരത്തെയും ശത്രുരാജ്യമായിട്ട് പലപ്പോഴും കരുതിയിരുന്നു. പിന്നെ ഈ നയതന്ത്ര കാര്യങ്ങളിൽ മാത്രമാണ് ഒരു രീതിയിൽ ഒരു സമവായത്തോടെ മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇനി അത് മറ്റേതെങ്കിലും തരത്തിലൊരു പ്രകോപനം ചൈനയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇതിപ്പോൾ ബി ഫെയർ ആൻഡ് ഫെയർ എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ ഇന്ത്യ പിന്തുടരുന്നത്. കാരണം ഇതേ സമയം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയം ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയും അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്ത അത്ര വളർച്ച ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായിരിക്കുകയാണ് സമ്മതിക്കുകയും ചെയ്തു. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ മാനസ സരോവറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ചുറ്റിക്കറങ്ങിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പം ചൈന തന്നെ നമുക്ക് വേണ്ട പാത ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. ഇപ്പം ദലൈലാമയെ നമ്മുടെ നയമാണ്, നമ്മുടെ പ്രഖ്യാപിത നയമാണ് ദലൈലാമയെ പിന്തുണയ്ക്കുക എന്നുള്ളത്. അത് മാറാൻ പോകുന്നില്ല. വി ആർ ഫെയിം അറ്റ് ദി സെയിം ടൈം ഫെയർ. വി ആർ ഗോയിങ് ടു കോസ് എനി വാർ ടു ചൈന. വി വിൽ ബി ഇൻ റാപ്പർട്ട് വിത്ത് ചൈന. ആ ബി ഫെയിം ആൻഡ് ഫെയർ എന്നുള്ള നയത്തിൽ കൂടി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.